ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, പ്രഭാതത്തിൽ ഉണർന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ചിന്തിപ്പാൻ ഒരു പ്രഭാതം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി തന്നതിനായി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. ഈ ഭൂമിയുടെ പരപ്പില് ആയിരങ്ങൾ പതിനായിരങ്ങൾ പൊടുന്നനവേ പൊലിഞ്ഞു പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അനേക ഭവനങ്ങളിൽ മരണം, അനേക ഭവനങ്ങളിൽ ദുഃഖം തളം കെട്ടിക്കിടക്കുമ്പോൾ സ്വർഗീയ സന്തോഷം അനുഭവിപ്പാൻ നമുക്ക് ഒരു പ്രഭാതം കൂടെ ദൈവം തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത്, അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. എത്ര മനോഹരമാകുന്നതായ ഒരു ഹെഡിങ് ആണ് ഇന്ന് നമ്മൾ മന്നായിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമാക്കിയ ഒരു വാക്യം ഞാൻ വായിക്കുകയാണ്. എബ്രായലേഖനം 2:17 വാക്യം. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശ്യൻ ആയിത്തീരുവാൻ ആവശ്യമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനക്കാരൻ എഴുതപ്പെട്ടതായിരിക്കുന്ന തിരുവചനം നമുക്കറിയാം. നമ്മുടെ കർത്താവിനെ കുറിച്ച്, നമ്മുടെ മഹാപുരോഹിതനെ കുറിച്ച്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച്, നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനെ പറ്റി എത്ര അവർണ്യമായിട്ടാണ് ദൈവത്തിന് സ്തോത്രം വിവരിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, ഇതിന്റെ ഹെഡിങ് പലപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആരും പലപ്പോഴും ഇഷ്ടപ്പെടുന്നതായ ഒരു ഹെഡിങ് അല്ല ഇത്. കാരണം ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം മറ്റുള്ളവരുടേതായിരിക്കുന്ന കുറ്റങ്ങളും അവർ ചെയ്യുന്നതായ പ്രവർത്തികളും ദൈവത്തിന് സ്തോത്രം മറ്റുള്ളവരോട് പറഞ്ഞ് ആസ്വദിക്കുന്നതായ ഒരു തലമുറയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പലപ്പോഴും പറയുന്നുണ്ട്, സന്നിഹിതരല്ലാത്തവരുടെ കുറ്റം നമ്മൾ പറയുവാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ അന്ത്യകാല നിമിഷങ്ങളിൽ വമ്പു പറയുന്നവരും ഏഷണി പറയുന്നവരും ദൂഷണക്കാരും ബിംബാരാധികളും വിഗ്രഹാരാധികളും ഒക്കെയായി മാറുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അതിൽ നിന്നും വേർവിട്ടതായിരിക്കുന്ന ഒരു ജീവിതം നയിക്കുന്നതായ ഒരു വലിയൊരു ജനതയാണ് ദൈവത്തിന്റെ മക്കൾ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ. ദൈവത്തിന് സ്തോത്രം. തന്റെ ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ദൈവത്തിന് സ്തോത്രം കാൽവറിയിൽ മരിക്കുവാനിടയായി തീർന്നത്. എബ്രായ ലേഖനം 4:16 വാക്യത്തിൽ പറയുന്നു, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. എന്തിനു വേണ്ടിയാണ് അവൻ ആകാശത്തിൽ കൂടെ കടന്നുപോയത്? അവൻ എന്തിനാണ് ദൈവത്തിന് സ്തോത്രം സ്വർഗാരോഹണം ചെയ്തത്? അവൻ അവിടെ ചെന്ന് നമുക്ക് വേണ്ടി ഭവനമൊരുക്കുവാനും അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത ഒരുക്കുവാനും പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥനെ ഭൂമിയിലേക്ക് അയച്ചതും എന്തിനാണ്? ആ ദൈവത്തിന് സ്തോത്രം, ആ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ മുൻപോട്ട് പോകേണ്ടതാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി എബ്രായ ലേഖനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, ഇവൻ എത്ര മഹാൻ എന്നാണ്. എന്താണ് അങ്ങനെ പറയുവാനുള്ള കാര്യം? ലോകത്തിൽ അനേക മഹാന്മാരുള്ളപ്പോഴും അനേക മഹാന്മാർ മൺമറഞ്ഞപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എബ്രായ ലേഖനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, ഇവൻ എത്ര മഹാൻ. അവന് ചെറിയ ശ്രേഷ്ഠതയുണ്ട്, അവന് ചെറിയ വിശേഷതയുണ്ട്. 1, അവൻ ജനനത്തിൽ മഹാനാണ്. 2, അവൻ മരണത്തിൽ മഹാനാണ്. 3, അവൻ ഉയർപ്പിൽ മഹാനാണ്. അത്രമാത്രം വ്യത്യസ്തമായിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവാണ് നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിൽ മനുഷ്യനായി വന്ന് അവൻ ദൈവത്തിന് മനുഷ്യനായി ജീവിച്ചു, മനുഷ്യനായി പ്രവർത്തിച്ചു, മനുഷ്യനോടുകൂടെ താമസിച്ച് ദൈവപുത്രനാണെന്ന് ദൈവത്തിന് സ്തോത്രം ചിന്തിക്കാതെ പിതാവിന്റെ ഇഷ്ടം നിറവേറി അവൻ മടങ്ങിപ്പോയി. അതുകൊണ്ടാണ് ആകാശത്തിൽ കൂടെ കടന്നുപോയിരിക്കുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ആകാശത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ചും ആകാശമേഘങ്ങളിൽ മടങ്ങി വരും. എന്തിനു വേണ്ടിയാണ്? തന്റെ ശിഷ്യന്മാരെ, തന്റെ മക്കളെ ചേർക്കുവാൻ അവന് പ്രിയം വെച്ചിരിക്കുന്ന, അവന് വേണ്ടി കാത്തിരിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി അവൻ വീണ്ടും മേഘാരൂഢനായി വരും. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ഗംഭീരനാദത്തോടുകൂടെ, ത്രിവിധ ശബ്ദത്തോടുകൂടെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും എന്ന് പറഞ്ഞിരിക്കുന്നു. ആ നല്ല മഹാപുരോഹിതന്റെ ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ട്, ആ മഹാപുരോഹിതന് വേണ്ടി കാത്തിരുന്നു കൊണ്ട്, അവൻ തന്ന സ്വീകാര്യം മുറുകെ പിടിച്ചുകൊണ്ട്, അവൻ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു
വലിയ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യണം. കാരണം പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്തവർക്കാർക്കും സ്വർഗത്തിൽ പോകുവാൻ കഴിയുകയില്ല. കാരണം എടുക്കപ്പെടുന്നതും കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചതായിരിക്കുന്ന ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം, അവൻ നമുക്കുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് അവസ്ഥയിലും, ഏത് പ്രതികൂലത്തിലും, ഏത് പ്രതിസന്ധിയിലും അവൻ നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ പറയുന്നു, ഞാൻ നിന്നെ ജീവപര്യന്തം വഴി നടത്തും. നീ എനിക്ക് വിശ്വസ്തനായിരുന്ന ഞാൻ നിനക്ക് വിശ്വസ്തനായിരിക്കും. നീ എന്നോട് എത്രമാത്രം അടുത്തു വരുന്നോ അത്രമാത്രം ഞാനും അടുത്തു വരുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുന്ന മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വീണ്ടും മടങ്ങി വരുമെന്നുള്ളതായിരിക്കുന്ന ആ വലിയ പ്രത്യാശയോടുകൂടെ നമുക്ക് മുൻപോട്ട് നീങ്ങാം. ഈ പ്രഭാതത്തിൽ കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ആ അരുമമണവാളന്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പകർന്ന്, നമ്മളെ ഗൃഹങ്ങളെ പകർന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നല്ല പകൽവേളയ്ക്കായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഉണരുവാനിടയായല്ലോ. ഞങ്ങളുടെ ആയുസ്സിൽ കണ്ടിട്ടില്ലാത്തൊരു പ്രഭാതം ദൈവം ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ആകാശമേഘങ്ങളിൽ കർത്താവെ ദൈവത്തിന് സ്തോത്രം കടന്നുപോയിരിക്കുന്ന ഞങ്ങളുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ വീണ്ടും ആകാശമേഘങ്ങളിൽ വരുമെന്നും കർത്താവിന്റെ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും കൂടെ ഇറങ്ങി വരുമ്പോൾ കർത്താവ് മരിച്ചവർ ഉയർത്തുകയും ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ട് അവനോടുകൂടെ എടുക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ ദൈവത്തിന് സ്തോത്രം, ഈ വചനങ്ങളാൽ നിങ്ങൾ അന്യോന്യം ആശ്വസിച്ചു കൊള്ളുക എന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ ഈ വചനത്തിൽ ആശ്വാസം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ഞങ്ങൾ ബലം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് അങ്ങയുടെ വരവിന് വേണ്ടി കാത്തിരിപ്പാൻ നീ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വരവിന്റെ ഞങ്ങൾ ആരും കൈവിടപ്പെട്ടു പോകാതെ എന്റെ സ്വർഗീയ ദൈവമേ, നീ അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനത്തിന് മുമ്പ് ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കട്ടെ. ഈ കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു പ്രഭാതം നേരുന്നു. ആമേൻ.